ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഫിജി, ന്യൂസിലാൻഡ്, തിമോർ ലെസ്റ്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വയനാട് ദുരന്തത്തിന്റെ 6ാം നാളായ ഇന്നും തെരച്ചിൽ ഊർജിതം. ദുരിതബാധിതരുടെ മാനസികാരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വയനാട് ദുരന്ത മേഖലയിലെ കുട്ടികളുടെ മാനസികാരോഗ്യ പിന്തുണയ്ക്കും പരിചരണത്തിനും പ്രത്യേക പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി വീണ ജോർജ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഇന്ന് നിർണായക മത്സരങ്ങൾ. പുരുഷ ഹോക്കി ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഗ്രേറ്റ് ബ്രിട്ടനുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ശ്രീലങ്ക 2ാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2:30. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അധ്യക്ഷതയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ സമാപിച്ചു. പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി സമഗ്രമായ ചർച്ചകൾ നടത്താനുള്ള ഗവർണർമാരുടെ കൂട്ടായ ശ്രമങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രശംസിച്ചു. രാജ്യത്തിന്റെ വികസനം സംസ്ഥാനങ്ങളുടെ സമഗ്രവും ത്വരിതഗതിയിലുള്ളതുമായ വികസനത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു. കാര്യക്ഷമമായ പ്രവർത്തനത്തിനായി അതത് സംസ്ഥാന സർക്കാരുകളുമായി വിവരങ്ങൾ തേടാനും സുസ്ഥിരമായ ആശയവിനിമയം നിലനിർത്താനും ഗവർണർമാർ മടിക്കേണ്ടതില്ലെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പറഞ്ഞു. രാജ്ഭവനുകളിൽ ഭരണത്തിന്റെ മാതൃക രൂപപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ ഗവർണർമാരോട് അഭ്യർത്ഥിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഫിജി, ന്യൂസിലാൻഡ്, തിമോർ ലെസ്റ്റെ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നു വൈകുന്നേരം ന്യൂഡൽഹിയിൽ നിന്ന് ഫിജിയിലെ നാഡിയിലേക്ക് യാത്ര തിരിക്കും. ഫിജിയിൽ തലസ്ഥാന നഗരിയായ സുവയിൽ ഉഭയകക്ഷി യോഗങ്ങൾ നടത്തും. ഫിജിയൻ പാർലമെന്റിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. തുടർന്ന് ന്യൂസിലാൻഡിലെത്തുന്ന രാഷ്ട്രപതി ഉഭയകക്ഷി യോഗങ്ങളിൽ പങ്കെടുക്കും. വെല്ലിംഗ്ടണിൽ ഒരു അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനത്തെയും ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹവുമായും രാഷ്ട്രപതി സംവദിക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ തിമോർ ലെസ്റ്റെയിൽ എത്തുന്ന രാഷ്ട്രപതി തലസ്ഥാന നഗരമായ ഡില്ലിയിൽ ഉഭയകക്ഷി യോഗങ്ങൾ നടത്തും. തിമോറിലെ ഇന്ത്യൻ സമൂഹവുമായും ശ്രീമതി മുർമു സംവദിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ചു. ദുരിതബാധിതരുടെ മാനസികാരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശം കേന്ദ്ര സർക്കാർ പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദുരന്തഭൂമി സന്ദർശിച്ച അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് സൈനിക ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് വിശദീകരിച്ചു. വയനാട് ദുരന്തത്തിന്റെ 6ാം നാളായ ഇന്നും തിരച്ചിൽ തുടരുന്നു. സേവർ റഡാറും റെക്കോ റഡാറുകളുമടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ ആകെ മരണം 365 219 പേരുടെ മരണമാണ് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. തിരിച്ചറിയാൻ കഴിയാത്ത 67 മൃതദേഹങ്ങൾ പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിന്റെ സ്ഥലത്ത് സംസ്കരിക്കും. സംസ്കാരം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് റവന്യൂ ഉദ്യോഗസ്ഥർ സർവേ നടത്തി. 200 മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള സ്ഥലമാണ് ഹാരിസൺ മലയാളത്തോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. ഇവിടെ 67 മൃതദേഹങ്ങൾ ഇന്ന് തന്നെ സംസ്കരിക്കും. സർവ്വമത പ്രാർത്ഥനയോടെ സംസ്കാരം നടത്താനാണ് തീരുമാനം. സർക്കാർ മരണം സ്ഥിരീകരിച്ച 219 പേരിൽ 98 പുരുഷന്മാരും 90 സ്ത്രീകളുമാണ് ഉള്ളത്. 31 കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ഇതിൽ 152 മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ 147 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 206 പേരെ കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. 518 പേരെയായിരുന്നു ദുരന്ത സ്ഥലത്ത് നിന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിൽ 88 പേരാണ് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നത്. വയനാട് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ ദുരന്ത മേഖലയിലെ കുട്ടികൾക്ക് മാനസികാരോഗ്യ പിന്തുണയും പരിചരണവും ഉറപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കുട്ടികളുടെ മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിന് 137 കൌൺസിലർമാരെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം ദുരന്തത്തിലും എന്താണ് സംഭവിച്ചതെന്ന് തുടങ്ങിയ വിശദീകരണങ്ങൾ കുട്ടികളോട് ചോദിക്കരുതെന്ന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ ഇന്ന് നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ചു.
വയനാട്ടിൽ പോലീസും അഗ്നിശമന സേനയും സൈന്യവും ദുരന്ത നിവാരണ സേനയും രക്ഷാപ്രവർത്തനത്തിൽ സ്വന്തം ജീവൻ അർപ്പിച്ച് പ്രവർത്തിക്കുകയാണെന്നും അവർ നമ്മുടെ നാടിന്റെ മനുഷ്യത്വം കാത്തുസൂക്ഷിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തമുഖങ്ങളിൽ കേരളം കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യത്വം നഷ്ടപ്പെടാതെ പരിപാലിക്കുക എന്ന ഉത്തരവാദിത്തം ഇന്ന് കേരള പോലീസ് സേനയുടെ ഭാഗമാകുന്നവർക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള പോലീസ് സേനയുടെ ഭാഗമാകുന്ന 410 കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്ന് നടന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിത പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ നടത്തുമെന്ന് സംസ്ഥാന മന്ത്രിസഭാ ഉപസമിതി അറിയിച്ചു. മേഖലയിലെ പഴയകാല ചിത്രവുമായി താരതമ്യം ചെയ്താകും തിരച്ചിൽ. ഉരുൾപൊട്ടലിൽ പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ മൺകൂനകളുടെ ഉയർച്ച വ്യത്യാസം മനസ്സിലാക്കി പരിശോധന ശക്തമാക്കും. ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലും ഉണ്ടായതിനെ തുടർന്ന് ഷിംല, മാണ്ഡി ജില്ലകളിൽ നടക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സേന ശക്തമാക്കി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെള്ളപ്പൊക്കമുണ്ടായ സമേജിൽ 90ഓളം പേരെ കരസേനയുടെ മെഡിക്കൽ ക്യാമ്പിലേക്ക് മാറ്റിയതായി സൈന്യം അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ സംഘങ്ങളെ വിന്യസിച്ചതായും അവശ്യവസ്തുക്കൾ സമാഹരിച്ചതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അസമിലെ മോറിഗാവിൽ ടാറ്റയുടെ അർദ്ധചാലക യൂണിറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 27,000 കോടി രൂപ മുതൽ മുടക്കിലാണ് ഈ യൂണിറ്റ് സ്ഥാപിക്കുന്നത്. ഇതിലൂടെ 15,000 പേർക്ക് നേരിട്ടും 13,000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പ്രതിദിനം 4,83,00,000 അർദ്ധചാലക ചിപ്പുകൾ നിർമ്മിക്കുന്ന വലിയ പ്ലാന്റായിരിക്കും ഇത്. ഈ ചിപ്പുകൾ ഇലക്ട്രിക് വാഹനത്തിലും ആശയവിനിമയ ശൃംഖല സൌകര്യങ്ങളിലും ഉപയോഗിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_ എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വ്യോമ, റോഡ്, റെയിൽവേ, ജലപാത മാർഗങ്ങളിലൂടെ മനുഷ്യാവയവങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചു. രാജ്യത്തൊട്ടാകെ അവയവമാറ്റ ശസ്ത്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശ രേഖയാണ് സർക്കാർ നൽകുന്ന SOPകളെന്ന് ആരോഗ്യ സെക്രട്ടറി അപൂർവ ചന്ദ്ര പറഞ്ഞു. SOP അനുസരിച്ച് മനുഷ്യാവയവങ്ങൾ വഹിക്കുന്ന വിമാന കമ്പനികൾക്ക് വിമാനത്തിന്റെ മുൻഗണനാ ടേക്ക് ഓഫ് ലാൻഡിംഗിനായി എയർ ട്രാഫിക് കൺട്രോളറിനോട് അഭ്യർത്ഥിക്കാനും മുൻനിര സീറ്റുകൾ ക്രമീകരിക്കാനും കഴിയും. നിതി ആയോഗ്, ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ, അവയവമാറ്റ വിദഗ്ധർ എന്നിവരുമായി കൂടിയാലോചിച്ചാണ് മാനദണ്ഡം വികസിപ്പിച്ചിട്ടുള്ളത്. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കി ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഗ്രേറ്റ് ബ്രിട്ടനുമായി ഏറ്റുമുട്ടും. ഇന്നത്തെ മത്സരം ജയിക്കാനായാൽ തുടർച്ചയായ 2ാം ഒളിമ്പിക്സിലും ഇന്ത്യ അവസാന 4-ൽ ഇടം പിടിക്കും. ഉച്ചയ്ക്ക് 1:30 മത്സരം. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ബോക്സിംഗിൽ വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ലവ്ലിന ബോർഗോഹെയ്ൻ ചൈനയുടെ ലീ ക്യുയാനുമായി ഏറ്റുമുട്ടും. 3:30 നടക്കുന്ന ഷട്ടിൽ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ ലക്ഷ്യ സെൻ ടോക്കിയോ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവായ ഡെൻമാർക്കിന്റെ വിക്ടർ ആക്സൽസെനിനെ നേരിടും. അതേസമയം ഗോൾഫിൽ പുരുഷന്മാരുടെ വ്യക്തിഗത വിഭാഗം ഫൈനൽ റൌണ്ട് മത്സരങ്ങളും ഷൂട്ടിംഗിലെ യോഗ്യതാ റൌണ്ട് മത്സരങ്ങളും പുരോഗമിക്കുകയാണ്. ഇന്ത്യ ശ്രീലങ്ക 2ാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ ഏകദിനം സമനിലയിൽ കലാശിച്ചിരുന്നു. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി നിർമ്മിച്ച എവിഡൻസ്, ന്യായ് സേതു, ന്യായ് ശ്രുതി, സമൻ സംവിധാനങ്ങൾ എന്നിവ ചണ്ഡീഗഡിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. മണിമജ്രയിൽ സ്മാർട്ട് സിറ്റി ദൌത്യത്തിന്റെ ഭാഗമായി മുഴുവൻ സമയ ജലവിതരണ പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയുള്ള ന്യൂനമർദ്ദപാത്തിയുടെ ഫലമായി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുന്ദർബനിലെ നദീതീരത്ത് മഴ തുടരുന്നു. ഇന്ന് പ്രദേശത്ത് മഞ്ഞ ജാഗ്രതയാണ്. നദികൾ കരകവിഞ്ഞൊഴുകുന്നതിനെ തുടർന്ന് ബ്ലോക്ക്, സബ് ഡിവിഷൻ തലങ്ങളിലാണ് കൺട്രോൾ റൂം തുറന്നത്. കനത്ത മഴയിലും വേലിയേറ്റത്തിലും ഗംഗാസാഗർ, മൌസുനി ദ്വീപ്, പഥർ പ്രതിമയിലെ ഗോവർദ്ധൻപൂർ, ഖൗരമാര പ്രദേശങ്ങളിലെ നദികൾ വെള്ളപ്പൊക്കത്തെ തുടർന്ന് കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷ ഭീതിയിൽ പൌരന്മാരോട് ലെബനൻ വിടാൻ നിർദ്ദേശിച്ച് അമേരിക്കയും ബ്രിട്ടനും. രാജ്യത്ത് ചില എയർലൈനുകൾ സേവനം നിർത്തിവെച്ചെങ്കിലും വിമാന സർവീസുകൾ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഫിജി, ന്യൂസിലാൻഡ്, തിമോർ ലെസ്റ്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വയനാട് ദുരന്തത്തിന്റെ 6ാം നാളായ ഇന്നും തെരച്ചിൽ ഊർജിതം. ദുരിതബാധിതരുടെ മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വയനാട് ദുരന്ത മേഖലയിലെ കുട്ടികളുടെ മാനസികാരോഗ്യ പിന്തുണയ്ക്കും പരിചരണത്തിനും പ്രത്യേക പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി വീണ ജോർജ്.
പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഇന്ന് നിർണായക മത്സരങ്ങൾ. പുരുഷ ഹോക്കി ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഗ്രേറ്റ് ബ്രിട്ടനുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.